ചോദിക്കാൻ മറന്നു ഏതാണ്? എല്ലാവർക്കും വോയിസ് കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ EVS ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ജീവികളും ചുറ്റുപാടും എന്ന പാഠമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് ഒക്കെ കയ്യിലുണ്ട്. നമ്മളിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സൂപ്പർ സൂപ്പർ നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലെ? അപ്പോ ജീവികളും ചുറ്റുപാടും, ഇതാണ് നമ്മളെ പാഠത്തിന്റെ പേര്, ജീവികളും ചുറ്റുപാടും. അപ്പോ ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഉഭയജീവികൾ. നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഉഭയജീവികൾ. ഉഭയജീവികൾ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? തവളനെ കാണുമ്പോ എല്ലാവർക്കും ചിരി വരുന്നുണ്ടോ? നല്ല ഉണ്ട കണ്ണുള്ള ചുവന്ന കണ്ണുകളുള്ള തവള. എന്തായാലും ഉഭയജീവികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. അപ്പോ നമ്മുടെ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ? ഒരു ഉണ്ടക്കണ്ണൻ പച്ച തവളയുടെ മഞ്ഞ കാലൊക്കെ ഉള്ള ഒരു തവളയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തവള ഒരു ഉപജീവിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും ഒരിട്ടൂടെ പറയാം. വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. അപ്പൊ ദാ നമ്മുടെ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള തവള ഒരു ഉഭയജീവിയാണ്. അപ്പൊ ഇനി ബാക്കി ഉഭയജീവികളുടെ പ്രത്യേകത എന്താന്നൊക്കെ നമുക്ക് പഠിക്കാം അല്ലെ? എന്തായാലും ഉഭയജീവികൾ മറക്കരുത്. വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ ഉഭയജീവികളുടെ കുറച്ച് ബാക്കി പ്രത്യേകതകളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഉഭയജീവികളുടെ ബാക്കി പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. ഉഭയജീവികൾക്ക് വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും ശ്വസിക്കാൻ കഴിയും. വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും ശ്വസിക്കാൻ ഉഭയജീവികൾക്ക് കഴിയത്രേ. അപ്പോ വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും ശ്വസിക്കാൻ കഴിവുള്ള, വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. മറന്നുപോകരുത്. ഉഭയജീവികൾ എന്നാൽ ആദ്യം പറഞ്ഞു വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. രണ്ടാമത് പറഞ്ഞു ഉഭയജീവികൾക്ക് വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും ശ്വസിക്കാൻ കഴിയും. ഇനി അടുത്തതോ, ജനിക്കുമ്പോൾ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ഇവ വളരുമ്പോൾ കരയിൽ ജീവിക്കാനുള്ള അനുകൂലനം കൂടെ നേടുന്നു. അപ്പൊ ശരിക്കും ജനിക്കുമ്പോഴേ ഈ ഉഭയജീവികളൊക്കെ ജനിക്കുമ്പോ വെള്ളത്തിലാ ജനിക്കുന്നത് എന്നുണ്ടെങ്കിലും പക്ഷെ പിന്നീട് അവരുടെ ജീവിതചക്രത്തിനിടയിൽ അവരെന്ത് ചെയ്യുന്ന അറിയോ? അവർക്ക് കരയിൽ ജീവിക്കാനുള്ള അനുകൂലനം കൂടെ അവർ നേടും. കരയിൽ ജീവിക്കാനുള്ള സ്കിൽസ് ഉണ്ടല്ലോ, കരയിൽ ജീവിക്കാനുള്ള ശേഷികൾ ഉണ്ടല്ലോ, അതും കൂടെ അവർ നേടും. അപ്പോ ജനിക്കുന്നത് വെള്ളത്തിലാണ്, വെള്ളത്തിൽ മാത്രമേ ജനിക്കുമ്പോൾ ജീവിക്കാൻ കഴിയൂ. പക്ഷേ വലുതാവുന്നതിനനുസരിച്ച് കരയിൽ കൂടെ ജീവിക്കാനുള്ള കഴിവുകള് നമ്മളുടെ തവള അടക്കമുള്ള ഉഭയജീവികൾ നേടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയൂലേ, നമ്മുടെ തവളയുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന സാധനത്തിന് എന്താ പറയാ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീൻ കാണാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അറിയിക്കണേ. സ്ക്രീൻ കാണാമോ? സ്ക്രീന് ചിലർ കാണുന്നുണ്ട് എന്ന് പറയുന്നു, ചിലർ കാണുന്നില്ല എന്ന് പറയുന്നു. അപ്പോ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ ഇനി സ്ക്രീൻ കാണാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചിലർക്ക് കാണുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ കാണാൻ പറ്റാത്ത നിങ്ങളുടെ അവിടുത്തെ ഇന്റർനെറ്റിന്റെ പ്രശ്നമാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല റേഞ്ച് ഉള്ള ഒരു സ്ഥലത്തേക്ക് നിൽക്കുക കേട്ടോ. അപ്പോൾ ചിലർക്ക് കാണുന്നുണ്ട്, അതിനർത്ഥം സ്ക്രീൻ ഓക്കെയാണ്. അപ്പോ എന്തായാലും ഇവരുടെ അനാവശ്യമായിട്ട് ഇമോജി ഇടുന്നത് നിർത്തണേ, അനാവശ്യമായിട്ട് ലൈക്കും കമന്റും ഒക്കെ ഇടുന്നവരും നിർത്തണേ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം റെസ്പോണ്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. തവള അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഉഭയജീവികൾക്ക് വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും ശ്വസിക്കാൻ കഴിയും. മാത്രമല്ല, ജനിക്കുമ്പോൾ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ഇവ വളരുമ്പോൾ കരയിൽ ജീവിക്കാനുള്ള അനുകൂലനം കൂടെ നേടുന്നു. അപ്പൊ ജനിക്കുന്ന സമയത്ത് വെള്ളത്തിൽ ജീവിക്കാനുള്ള കഴിവ് മാത്രമേ ഇവർക്കുള്ളൂ. പക്ഷെ പിന്നെ വലുതാവുന്നതിനനുസരിച്ചുണ്ടല്ലോ, ഇവരെന്ത് ചെയ്യുന്നു, കരയിൽ ജീവിക്കാനുള്ള അനുകൂലനം കൂടെ നേടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം അല്ലെ? ഇനി ഉഭയജീവികൾ. അപ്പൊ നമ്മൾ പറഞ്ഞു
തവളതാ ഇവിടെ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള തവള ഒരു ഉഭയജീവിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ തവള മാത്രമാണോ ഉഭയജീവി? അല്ല അല്ലെ, തവള മാത്രമല്ല ഉഭയജീവി. ഇതാ വേറെയും ഒരുപാട് ഉഭയജീവികളുണ്ട്. ഒന്നാമത്തതാണ് സാലമാണ്ടർ. അടുത്തതാണ് സിസിലിയൻ. അടുത്തതാണ് ന്യൂട്ട്. അടുത്തതാണ് തവള. അപ്പൊ ഇതാ ഇവിടെ കുറെ എണ്ണത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതില് 4-5 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കാണാൻ ഏകദേശം ഒരുപോലെ ഉണ്ടെങ്കിലും ഇതെല്ലാം വ്യത്യസ്ത പേരുകളുള്ള വ്യത്യസ്ത ജീവികളാ. ഇതെല്ലാം ഉഭയജീവികൾക്ക് ഉദാഹരണമാണ്. ഈ ഉഭയജീവികൾക്ക് നമുക്ക് പഠിക്കാനുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഉഭയജീവികളുടെ ഉദാഹരണമാണ്. ഒന്നാമത്തത് സാലമാൻഡർ. ഇമോജികൾ ഇടുന്നത് നിർത്തണം എല്ലാവരും. ഇമോജികൾ ഇടുന്നത് നിർത്തണം. അനാവശ്യമായിട്ട് ലൈക്ക് എടുക്കുന്നവര്, ഹാർട്ട് ഇടുന്നവരൊക്കെ നിർത്തണം. സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ. അപ്പൊ പ്രധാനപ്പെട്ട ഉഭയജീവികൾക്ക് ഉദാഹരണമാണ് ഇഷാന, അതുപോലെ വൈഷ്ണവൊക്കെ അനാവശ്യമായിട്ട് ലൈക്ക് ഇടുന്നത് നിർത്തണം കേട്ടോ. ഓക്കെ. അപ്പോ പ്രധാനപ്പെട്ട ഉഭയജീവികൾക്ക് ഉദാഹരണമാണ് സാലമാൻഡർ, സിസിലിയൻ, ന്യൂട്ട്, തവള. അപ്പൊ ഇവിടെ ആരൊക്കെ ചോദിക്കുന്നുണ്ട്, ക്രോക്കഡൈലും ടോർട്ടോയിസും ഒന്നും, ആമയും അതുപോലെ മുതലയൊന്നും ഉഭയജീവികളല്ലേ? അല്ല, അതൊന്നും ഉഭയജീവികളല്ല. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇവയ്ക്കൊക്കെ നന്നായിട്ട് ശ്വാസം പിടിക്കാനുള്ള കഴിവുണ്ടെങ്കിലും, നമ്മൾ പറഞ്ഞ നമ്മുടെ ആമക്കും അതുപോലെ തന്നെ മുതലക്കൊക്കെ ശ്വാസം പിടിക്കാനുള്ള കഴിവുണ്ടെങ്കിലും അവയ്ക്ക് വെള്ളത്തിൽ നിന്ന് ശ്വാസം എടുക്കാൻ കഴിയൂല. ദീർഘനേരം ശ്വാസം പിടിക്കാൻ കഴിയും, പക്ഷെ വെള്ളത്തിൽ നിന്ന് ശ്വസിക്കാൻ ഈ പറഞ്ഞ ആമയ്ക്കോ മുതലക്കോ ഒന്നും കഴിയാത്തതുകൊണ്ട് അതൊന്നും ഉഭയജീവികളല്ല. അപ്പൊ ഉഭയജീവികൾക്ക് ഉദാഹരണമാണ് സാലമാൻഡർ, സിസിലിയൻ, ന്യൂട്ട്, തവള. ഒരിട്ടുകൂടെ പറയാം. ഉഭയജീവികൾക്ക് ഉദാഹരണമാണ് സാലമാൻഡർ, സിസിലിയൻ, ന്യൂട്ട്, തവള. അപ്പൊ ഓക്കെ അല്ലേ? ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? ഇതെല്ലാവരും മനസ്സിൽ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. സിനാൻ, സ്ക്രീൻ കാണാത്തത് നിങ്ങൾ അവിടുത്തെ ഇന്റർനെറ്റിന്റെ പ്രശ്നമാണ്. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എല്ലാം ഓക്കെയാണ്, ഞാൻ ചെക്ക് ചെയ്തു. അപ്പൊ ഇനി എന്ത് ചെയ്യേ, നല്ല ഇന്റർനെറ്റ് ഉള്ള സ്ഥലത്ത് പോയിട്ട് നോക്കൂട്ടോ. ഓക്കെ. ഇനി അടുത്തത് സാലമാൻഡറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്, നല്ല മഞ്ഞ പുള്ളിയുള്ള, ദേഹം മൊത്തം മഞ്ഞ പുള്ളികളുള്ള, പുള്ളിമാനെ പോലെയുള്ള നല്ല കറുത്ത ശരീരമുള്ള ഈ ജീവിക്ക് പറയുന്ന പേരാണ് സാലമാൻഡർ. അപ്പോ ഈ ജീവിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഉഭയജീവിയാണ് സാലമാൻഡർ. തവളയെയും അതുപോലെ തന്നെ സിസിലിയനെയും ന്യൂട്ടിനെയും തവളയെയും വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ജീവി ഈ കാണുന്ന സാലമാൻഡർ ആണ്. ഉഭയജീവികളിൽ ഏറ്റവും വലുത് സാലമാൻഡർ ആണ്. ഈ ചിത്രത്തിൽ കാണുന്ന സാലമാൻഡർ ആണ് ഉഭയജീവികളിൽ ഏറ്റവും വലുത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ഉത്തരം പറയൂ. ഉഭയജീവികളിൽ ഏറ്റവും വലുത് ഏതാണ്? വേഗം കമന്റ് ചെയ്യൂ. ഉഭയജീവികളിൽ ഏറ്റവും വലുത് ആതിര, വെരി ഗുഡ്. മധു, വെരി ഗുഡ്. സാലമാൻഡർ, വെരി ഗുഡ്. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉഭയജീവികളിൽ ഏറ്റവും വലുത് നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന സാലമാൻഡർ ആണ്. ഇനി മറന്നുപോയരുത്, നിങ്ങളുടെ തലയിൽ അങ്ങോട്ട് എഴുതി വെച്ചോളൂ. ഞാൻ ഉറക്കത്ത് ചോദിച്ചാലും നിങ്ങൾ പറയണം ഉഭയജീവികളിൽ ഏറ്റവും വലുത് സാലമാൻഡർ ആണെന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോവാം. അപ്പോ നമുക്ക് ഏറ്റവും പരിചയമുള്ള, ഇതിലിപ്പോ നമ്മൾ ഈ പറഞ്ഞ സാലമാൻഡറിനെയോ സിസിലിയനെയോ ന്യൂട്ടിനെയോ നമുക്ക് പരിചയമല്ല അല്ലെ. പക്ഷെ നമുക്ക് പരിചയമുള്ള ഒന്നാണ് തവള. തവളേനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. തവളേനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. തവളേന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാലില്ലാത്ത ഉഭയജീവിയാണ് തവള. ഈ പറഞ്ഞ സാലമാൻഡറിനും സിസിലിയനും ന്യൂട്ടിനും വാലുണ്ട്. പക്ഷെ ഉഭയജീവികളിൽപ്പെട്ട് ഉഭയജീവികളുടെ കൂട്ടത്തിൽ വാലില്ലാത്ത ഉഭയജീവിയാണ് തവള. അപ്പൊ വാലില്ലാത്ത ഉഭയജീവി ഏതാണ്? തവള. വെരി ഗുഡ്. ഇനി അടുത്തത് തവളയുടെ കുഞ്ഞിന്, അത് നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ പിന്നെ കംപ്ലീറ്റ് ആയില്ല. തവളയുടെ കുഞ്ഞിന് നമ്മൾ പറയുന്ന പേരുണ്ടല്ലോ, വാൽമാക്രി. തവളയുടെ കുഞ്ഞിന് പറയുന്ന പേരാണ് വാൽമാക്രി. അപ്പോ വാലില്ലാത്ത ഉഭയജീവിയാണ് തവള. ഇനി തവളക്ക് വാലില്ലെങ്കിലും തവളയുടെ കുഞ്ഞിന്റെ പേരിൽ വാലുണ്ട് അല്ലെ. അപ്പോ തവളക്ക് വാലില്ലെങ്കിലും തവളയുടെ കുഞ്ഞിന്റെ പേരിൽ വാലുണ്ട്. അപ്പോ വാലില്ലാത്ത ഉഭയജീവിയാണ് തവള. അതുപോലെ തന്നെ തവളയുടെ കുഞ്ഞിന് പറയുന്ന പേരാണ് വാൽമാക്രി. തവളയുടെ കുഞ്ഞിന് പറയുന്ന പേര് വാൽമാക്രി. വെരി ഗുഡ്, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഇനിയോ
ലോകത്തിലെ ഏറ്റവും വലിയ തവളയ്ക്ക് പറയുന്ന പേരാണ് ഗോലിയാത്ത് തവള. ഗോലിയാത്ത് തവള ലോകത്തിലെ ഏറ്റവും വലിയ തവള. തവളക്ക് പല വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട ചിത്രത്തിലുള്ള തവളയും ഈ തവളയും വ്യത്യസ്തമല്ലേ? ഇതിന് ചുവന്ന കണ്ണാണ്, ഇതിന് കറുത്ത കണ്ണാണ്, രണ്ടിനും പച്ച നിറാണ്. പക്ഷെ ഇതിനെന്താ മഞ്ഞ കാലാണുള്ളത്, ഇതിന്റെ കാലുകൾ പച്ച നിറത്തിൽ തന്നെയാണ്. അപ്പൊ തവളകൾ പല വിഭാഗമുണ്ട്, പല കാറ്റഗറി ഉണ്ട്. അങ്ങനെ ഈ പല കാറ്റഗറി തവളകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ തവളയ്ക്ക് പറയുന്ന പേരാണ് ഗോലിയാത്ത് തവള. ഏറ്റവും വലിയ തവളക്ക് പറയുന്ന പേരാണ് ഗോലിയാത്ത് തവള. അനാവശ്യമായിട്ട് ഇമോജി ഇടുന്നവര് നിർത്തണുണ്ടോ? ഓക്കെ, ഗോലിയാത്ത് തവള എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ തവളക്ക് പറയുന്ന പേര്. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പാടത്ത് വലിയ വലിയ തവളകൾ ഉണ്ടാവാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തവളക്ക് പറയുന്ന പേരാണ് ഗോലിയാത്ത് തവള. അപ്പൊ തവളനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വാലില്ലാത്ത ഉഭയജീവിയാണ് തവള. വാലില്ലാത്ത ഉഭയജീവിയാണ് തവള. അതുപോലെ തവളയുടെ കുഞ്ഞിന് പറയുന്ന പേര് വാൽമാക്രി എന്നാണ്. തവളയുടെ കുഞ്ഞിന് പറയുന്ന പേര് വാൽമാക്രി എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തവള വിഭാഗം അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തവളയാണ് ഗോലിയാത്ത് തവള. ലോകത്തിലെ ഏറ്റവും വലിയ തവളയുടെ പേര് ഗോലിയാത്ത് തവള. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്നാൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നിടൂ. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നിടൂ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. തവള മാത്രമല്ല, നമ്മൾ പറഞ്ഞു തവളയാണ് നമുക്ക് കണ്ടു പരിചയമുള്ള, നമ്മൾ എപ്പോഴും കാണുന്ന ഉഭയജീവി. പക്ഷെ തവള മാത്രമല്ല ഉഭയജീവി ആയിട്ടുള്ളത്, വേറെ ഒരുപാട് ഉഭയജീവികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണത്തിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. മണ്ണിരേന്റെ ഒക്കെ രൂപത്തിലുള്ള ഒരു സിസിലി എന്ന് പറയുന്ന ഒരു ഉഭയജീവി, അതുപോലെ തന്നെ പല്ലിയുടെ രൂപമുള്ള ന്യൂട്ട് എന്ന് പറയുന്ന ഒരു ഉഭയജീവി. അപ്പോ നമ്മുടെ മണ്ണിരയുടെ ഒക്കെ രൂപത്തിലുള്ള അല്ലെങ്കിൽ കുരുടിപ്പാമ്പിന്റെ ഒക്കെ രൂപത്തിലുള്ള സിസിലിയൻ എന്ന് പറയുന്ന ഒരു ഉഭയജീവി ഉണ്ട്. അടുത്തതാണ് ന്യൂട്ട് എന്ന് പറയുന്ന ഉഭയജീവി. ഈ ന്യൂട്ട് എന്ന് പറയുന്ന ഉഭയജീവിയുടെ രൂപം എന്താ? ഒരു പല്ലിയുടെ ഒക്കെ രൂപമാണ് അല്ലെ ഏകദേശം. അപ്പോ നമ്മൾ പഠിച്ചു ഉഭയജീവികൾ നാലെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഉഭയജീവികൾ നാലെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് തവള, രണ്ടാമത്തേത് സിസിലിയൻ, മൂന്നാമത്തേത് ന്യൂട്ട്, ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത് സാലമാണ്ടർ. അപ്പോ സാലമാണ്ടർ, സിസിലിയൻ, ന്യൂട്ട്, തവള. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇനി ആമ ഇത് നേരത്തെ ആരോ എന്നോട് ചോദിച്ച ഡൗട്ടായിരുന്നു കേട്ടോ. നേരത്തെ ആരോ എന്നോട് ചോദിച്ച ഡൗട്ടായിരുന്നു. ആമ ഒരുപാട് സമയം വെള്ളത്തിൽ കഴിയുന്നുണ്ടല്ലോ, അപ്പോൾ ആമ ഉഭയജീവിയാണോ? എല്ലാവരും പറഞ്ഞേ. ആമ കുറേ സമയം വെള്ളത്തിൽ കഴിയുന്ന ജീവിയാ. ഇപ്പൊ കടലാമൊക്കെ ഉണ്ട്, എപ്പോഴും കടലിന്റെ അടിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ആമ ഒരു ഉഭയജീവിയാണോ? ആമ ഉഭയജീവിയാണോ അല്ലേ? എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട് അല്ല നോ എന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ആമ ഉഭയജീവി അല്ല. സംഭവം ആമേനെ കാണാൻ നല്ല ഭംഗിയാണ്, വെള്ളത്തിൽ നീന്താനുള്ള കുറെ സജ്ജീകരണങ്ങളൊക്കെ അതിന്റെ ദേഹത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആമ ഉഭയജീവി അല്ല. അപ്പൊ ഇനി LSS നിങ്ങളോട് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും, ആമ ഉഭയജീവിയാണോ, ഉഭയജീവികളിൽ ആമ പെടുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴൊക്കെ പറയണം ഇല്ല, പെടില്ല, ആമ ഉഭയജീവിയല്ല. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ജീവിയാണ് ആമ. കരയിൽ നിന്നാണ് ആമ ശ്വസിക്കുന്നത്, വെള്ളത്തിൽ നിന്ന് ശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആമ, മുതല തുടങ്ങിയവ ഉഭയജീവികളല്ല. അപ്പൊ നമ്മൾ പറയും നമ്മുടെ മുതലയൊക്കെ നേരത്തെ ആരോ പറഞ്ഞല്ലോ, മുതലേ ആമയ്ക്ക് കുറെ നേരം വെള്ളത്തിൽ കിടക്കാറുണ്ട്, വെള്ളത്തിനടിയിൽ പോയിട്ട് കിടക്കാറുണ്ട്, വെള്ളത്തിനടിയിൽ പോയിട്ട് ഇരകളെ പിടിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഉഭയജീവികളാണോ എന്ന് നേരത്തെ ആരോ ചോദിച്ചു. അപ്പൊ മനസ്സിലാക്കിക്കോളി, ആമയും മുതലയൊന്നും ഉഭയജീവികളല്ല. കാരണം വെള്ളത്തിനടിയിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവ് ആമക്കും മുതലയ്ക്കും ഇല്ല. പാവങ്ങളല്ലേ, പാവപ്പെട്ട രണ്ട് ജീവികള്. എന്തായാലും ഈ ജീവികളുടെ ആമയുടെയും മുതലയുടെയും പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരുപാട് സമയം ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ജീവികളാണ് ആമയും മുതലയും. അതുകൊണ്ട് അത് വെള്ളത്തിൽ കുറെ നേരം കഴിയുന്നു. പക്ഷേ ഇത് രണ്ടും ഉഭയജീവികളല്ല. എന്താ ആശാരി മൂശാരി തൊടാത്ത മരം, വെള്ളത്തിലിട്ടാൽ ചെയ്യാത്ത മരം എന്നൊക്കെ നമ്മൾ പറയില്ലേ മുതലേനെ കുറിച്ച് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണത്. ആശാരി മൂശാരി തൊടാത്ത മരം, വെള്ളത്തിലിട്ടാൽ ചെയ്യാത്ത മരം. അപ്പോ മുതല എന്തല്ല, ഉഭയജീവിയല്ല. കാരണം മുതലയ്ക്ക് വെള്ളത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവില്ല. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്കൊരു വിലയിരുത്തലാണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത്, ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റായി. ഈ 15 മിനിറ്റിൽ നമ്മൾ ഇതാ കുറേ സ്ലൈഡ്സ്, കുറേ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു.
അപ്പൊ ഈ പഠിച്ച ഭാഗങ്ങളൊക്കെ വിലയിരുത്താനുണ്ട് നമ്മളിനി. നമ്മുടെ ചെറിയൊരു പരീക്ഷയാണ്. ഒന്നാമത്തെ ചോദ്യം, ഉഭയജീവി എന്നാൽ എന്താണ്? ഉഭയജീവി നിങ്ങൾ കമന്റ് ചെയ്യാൻ വലിയ കമന്റ് ആവും. അതുകൊണ്ട് കമന്റ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി. ഉഭയജീവി എന്നാൽ എന്താണ്? എല്ലാവരും ഓർത്ത് നോക്കും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതൊന്ന് വായിച്ചു നോക്കൂ. ഉഭയജീവി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഉഭയജീവി? വായിച്ചു നോക്കിയോ? ഉഭയജീവി എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്ക് നോക്കാം, വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ തവള മാത്രമല്ല, വെള്ളത്തിലും കരയിലുമായിട്ട് ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. വെരി ഗുഡ്, വെരി ഗുഡ് ഷെബ്നാൽ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ വെള്ളത്തിലും കരയിലുമായിട്ട് ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും വലിയ ഉഭയജീവി ഏതാണ്? ഇതെല്ലാവരും കമന്റ് ചെയ്യണം. ഏറ്റവും വലിയ ഉഭയജീവി ഏതാ? ഏറ്റവും വലിയ ഉഭയജീവി ഏതാണ്? വേഗം കമന്റ് ചെയ്യൂ, വേഗം കമന്റ് ചെയ്യൂ. ഏറ്റവും വലിയ ഉഭയജീവി ഏതാണ് മക്കളെ? ഏറ്റവും വലിയ ഉഭയജീവി ഏതാ? വെരി ഗുഡ്, വെരി ഗുഡ്. തവളയല്ല കേട്ടോ, തവളയല്ല. ഏറ്റവും വലിയ ഉഭയജീവി സാലമാൻഡർ ആണ് ഏറ്റവും വലിയ ഉഭയജീവി. ആര് ഗോലിയാത്ത് എന്ന് കമന്റ് ഇടുന്നത് കണ്ടു? ഗോലിയാത്ത് എന്ന് വെച്ചാൽ ഗോലിയാത്ത് ഏറ്റവും വലിയ തവളയാണ്. ഗോലിയാത്ത് ഏറ്റവും വലിയ തവളയാണ്, അല്ലാണ്ട് ഏറ്റവും വലിയ ഉഭയജീവി അല്ല. ഓക്കെ, അപ്പോ ഗോലിയാത്ത് ഏറ്റവും വലിയ തവളയാണ്, ഏറ്റവും വലിയ ഉഭയജീവി സാലമാൻഡർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം കേട്ടോ. ഒന്ന് നമ്മൾ പഠിച്ചു, രണ്ടാമത്തെ നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ ചോദ്യം, വാലില്ലാത്ത ഉഭയജീവി ഏതാ? വാലില്ലാത്ത ഉഭയജീവി എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, തവള. വാലില്ലാത്ത ഉഭയജീവി തവള. വെരി ഗുഡ്, വെരി ഗുഡ്. വാലില്ലാത്ത ഉഭയജീവി തവളയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, തവളയുടെ കുഞ്ഞിന് പറയുന്ന പേര്. ഓരോരുത്തർ ഇപ്പോഴേ കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. തവളയുടെ കുഞ്ഞിന് പറയുന്ന പേരെന്താ? തവളയുടെ കുഞ്ഞിന് പറയുന്ന പേരാണ് വാൽമാക്രി. തവളയുടെ കുഞ്ഞിന് പറയുന്ന പേര് വാൽമാക്രി. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. വെരി ഗുഡ്. തവളയുടെ കുഞ്ഞിന് പറയുന്ന പേരാണ് വാൽമാക്രി. വാൽമാക്രിനെ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? വാൽമാക്രിനെ കണ്ടിട്ടുള്ളവരൊന്ന് ലൈക്ക് അടിച്ചേ. വാൽമാക്രിനെ കണ്ടിട്ടുള്ളവർ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചേ. വാൽമാക്രിനെ കണ്ടിട്ടുള്ളവർ മാത്രം. എങ്കിൽ എന്റെ ഒരു ചോദ്യം, വാൽമാക്രിക്ക് കയ്യും കാലും ഉണ്ടോ ഇല്ലയോ? വാൽമാക്രിക്ക് കയ്യും കാലും ഉണ്ടോ ഇല്ലയോ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ വാൽമാക്രി ശരിക്കും കാണാനുണ്ടല്ലോ ഒരു മത്സ്യത്തെ പോലെയാ, ഒരു മീൻ കുഞ്ഞിനെ പോലെയാണ് വാൽമാക്രിനെ കാണാൻ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? വാൽമാക്രിനെ കാണാൻ ശരിക്ക് ഒരു മത്സ്യത്തെ പോലെയാണ്. അപ്പോ ഈ വാൽമാക്രി എന്ത് ചെയ്യും? ജനിക്കുമ്പോൾ വെള്ളത്തിൽ മാത്രമേ വാൽമാക്രിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, കാരണം മത്സ്യത്തെ പോലെയാണ്. പക്ഷെ ഇവ വലുതാവുമ്പോ കരയിൽ ജീവിക്കാനുള്ള അനുകൂലനം കൂടെ നേടും. വലുതാവുന്ന സമയത്ത് ഇതിന് കയ്യും കാലൊക്കെ വരും. വാൽമാക്രി വലുതാവുന്ന സമയത്ത് തവളയാവുന്ന സമയത്ത് അതാണ് സംഭവിക്കുന്നത്. അപ്പൊ വാൽമാക്രിക്ക് കയ്യും കാലും ഒന്നും ഉണ്ടാവില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തവള ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ, ഞാൻ ഇവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഇനി അത് നോക്കിയിട്ട് ആരും ആൻസർ ചെയ്യണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ തവള ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ തവള ഗോലിയല്ല കേട്ടോ. കോഹ്ലിയും നെയ്മറും പിന്നെ ആരാ, ധോണിയൊന്നും ഇവിടെ ഇല്ല. ഗോലിയല്ല, ഗോലിയാത്ത്. ഓക്കെ, ഗോലിയാത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ തവളയുടെ പേര് ഗോലിയാത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ തവളയുടെ പേര് ഗോലിയാത്ത് തവള. ഓക്കെ, വെരി ഗുഡ്. ഇനി ആറാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം, ആമയെ ഒരുപാട് സമയം വെള്ളത്തിൽ കാണുന്നു. ആമ ഒരു ഉഭയജീവിയാണോ? ആമയെ ഒരുപാട് സമയം വെള്ളത്തിൽ കാണാറുണ്ട്. അപ്പോൾ ആമ ഒരു ഉഭയജീവിയാണോ എന്നാണ് ചോദ്യം. ആമ ഉഭയജീവിയാണോ? അല്ല, നോ. വെരി ഗുഡ്, നോ. ആമ ഉഭയജീവിയല്ല. കാരണം ആമയ്ക്ക് വെള്ളത്തിന് താഴെ നിന്ന്, വെള്ളത്തിനുള്ളിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവില്ല. ആമയ്ക്ക് മറിച്ച് ഒരുപാട് സമയം ശ്വാസം പിടിച്ചു വെക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആമ ഉഭയജീവിയല്ല. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈസ് ചെയ്തു. ഇനി ആരും മറന്നു പോരുത് കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരാളും മറന്നു പോരുത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെയുണ്ട്. ഉഭയജീവി എന്നാൽ എന്താണ്? വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ.
അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉഭയജീവി സാലമാണ്ടർ ആണ്. വാലില്ലാത്ത ഉഭയജീവി തവളയാണ്. തവളയുടെ കുഞ്ഞിന് പറയുന്ന പേര് വാൽമാക്രി എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തവളയുടെ പേര് ഗോലിയാ തവള എന്നാണ്. അതുപോലെ തന്നെ ആമയെ ഒരുപാട് സമയം വെള്ളത്തിൽ കാണുന്നു. ആമ ഉഭയജീവിയാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപാട് സമയം ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ജീവിയാണ് ആമ. കരയിൽ നിന്നാണ് ആമ ശ്വസിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവ് ആമയ്ക്കില്ല. അതുകൊണ്ട് ആമ, മുതല തുടങ്ങിയവ ഉഭയജീവികളല്ല. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ നാലിലക്കൂട്ടം നടത്തുന്ന, ഇപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ നാലിലക്കൂട്ടത്തിന്റെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? അപ്പോ നാലിലക്കൂട്ടത്തിന്റെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ അടുത്തായിട്ട് കുറച്ചു മുന്നേ നമ്മുടെ ഒരു പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു പെയ്ഡ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ 2026 നടക്കാൻ പോകുന്ന LSS നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിത്തരണം എന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തില്, ഒരു ഉറപ്പിന്റെ പുറത്ത് നമ്മളൊരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കുണ്ടല്ലോ 2025-26 നടക്കാൻ പോകുന്ന LSS നേടണമെന്ന് വാശിയുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കൂടെ കൂടിക്കോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സുന്ദരമായിട്ട് നമ്മുടെ കൂടെ ഇതുപോലുള്ള നല്ല അടിപൊളി സ്ലൈഡ്സ് ഒക്കെ വെച്ച് പഠിച്ച്, ഇതുകൊണ്ട് മാത്രം പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും? LSS നേടാൻ പറ്റും. നമ്മൾ എന്തൊക്കെയാ കൊടുക്കുന്നുണ്ട് അറിയോ? നമ്മൾ ഈ ടീം നാലിലക്കൂട്ട് എന്ന് പറഞ്ഞാണ്ടല്ലോ, കുറേ വർഷങ്ങളായിട്ട് നല്ല പ്രഗത്ഭരായ, നല്ല പ്രാവീണ്യമുള്ള, നല്ല പരിചയമുള്ള കുറെ അധ്യാപകര്, LSSനൊക്കെ കോച്ചിങ് എടുത്ത് നല്ല പരിചയമുള്ള കുറെ അധ്യാപകർ കൂടി നടത്തുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ ഇതിൽ ലൈവ് ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ നമ്മുടെ 2ാമത്തെ ലൈവ് ക്ലാസ്സിലാണ് അല്ലേ? അപ്പൊ നമ്മൾ ലൈവ് ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ ടോപ്പിക്കിലും, മലയാളം, ഇംഗ്ലീഷ്, എല്ലാ വിഷയത്തിലും, EVS, ഗണിതം, എല്ലാ വിഷയത്തിലും നമ്മൾ റെക്കോർഡഡ് ക്ലാസ് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ടോപ്പിക്കും ഇതുപോലുള്ള ക്ലാസ്സുകൾ കേട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ അത് മാത്രമാണോ, നമ്മൾ സ്റ്റഡി നോട്ട്സ് കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന നോട്ട്സ് ഇല്ലേ, ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റൂലേ? ഈ നോട്ട്സ് നമ്മൾ നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ നമ്മൾ മോഡൽ എക്സാംസ് നടത്താറുണ്ട്. നമ്മൾ മോഡൽ എക്സാംസ് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാറുണ്ടല്ലോ, നമുക്കറിയാം. നിങ്ങൾ കുറെ പേര് നമ്മുടെ ഓൺലൈനിലുള്ള ഗൂഗിൾ ഫോംസിലുള്ള മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാറില്ലേ? നിങ്ങൾക്ക് അതിൽ തന്നെ ലൈവായിട്ട് നിങ്ങളുടെ സ്കോർ കാണാൻ പറ്റും. അതെല്ലാം നമ്മൾ എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട് അല്ലെ? അത് ഇനിയും നമ്മൾ സൗജന്യമായിട്ട് തന്നെ കൊടുക്കൂട്ടോ. എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമ്മുടെ മോഡൽ എക്സാംസ് ഇനിയും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സ്കൂളിലെ മിസ്സുമാരെ അടുത്തും എല്ലാവരുടെ അടുത്തും എത്തിക്കണം കേട്ടോ. നമ്മളെ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മോഡൽ എക്സാംസ്. അതുപോലെ നമ്മൾ എക്സാമിന് വേണ്ടി മാത്രമായിട്ട് ചില സ്പെഷ്യൽ ഡിസ്കഷൻ ഒക്കെ നടത്തും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ട് അത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഷോർട്ട് നോട്ട് കിട്ടും. നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, വലിയ ഇതൊക്കെ പഠിച്ചാൽ മടുപ്പ് തോന്നും, ബോറടിക്കുന്നുണ്ടെങ്കിലേ, ഇടയ്ക്ക് ഗെയിം കളിക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ ഷോർട്ട് നോട്ട്സ് മാത്രം നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കുണ്ടല്ലോ ഇതുപോലെയുള്ള നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ 2 നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ? ഈ 2 നമ്പറുകളിലൊന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി. നിങ്ങൾ വിളിക്കൊന്നും വേണ്ട, വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞിട്ട് ഈ നമ്പറുകളിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പ്സിൽ നിങ്ങൾ എല്ലാവരും ഇല്ലേ, അപ്പൊ ആ ഗ്രൂപ്പ്സിലെ അഡ്മിൻസിന്റെ നമ്പർ എടുത്തിട്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോ നമ്മുടെ ഈ ബാച്ചിന് നമ്മൾ ഇന്ന് മുതലല്ല, കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ LSSന്റെ എക്സാം കഴിയുന്നവരെയുള്ള നമ്മുടെ ഈ ഒരു ബാച്ചിന് നമ്മൾ ആകെ ചാർജ് ചെയ്യുന്ന പൈസ വെറും 1000 രൂപയാണ്. നിങ്ങൾക്ക് 5-6 മാസം നമ്മുടെ കൂടെ എന്ത് ചെയ്യാം? ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാം. എന്തായാലും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഓക്കെ. ഇനി അനാവശ്യമായിട്ട് ഇമോജി ഇടുന്ന ആളുകൾ അതെല്ലാം ഒന്ന് നിർത്തണേ. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ട് ഇമോജി ഇടുന്നവർ അത് നിർത്തണം. ഇപ്പൊ ഇതാ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ആനേന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ആനേന്റെ ചിത്രം, നല്ലൊരു കൊമ്പൊക്കെ ഉള്ള, എന്നാ തൊലിയൊക്കെ ചുക്കിച്ചൊളിഞ്ഞ്, എനിക്കൊന്നൊരു വയസ്സായ ആനയാന്ന് തോന്നുന്നുണ്ട് അല്ലെ? നല്ല വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആന. അപ്പോ ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് അനുകൂലനം. അഥവാ അഡാപ്റ്റേഷൻ. ഈ 2 നമ്പറിൽ മെസ്സേജ് അയക്കാട്ടോ. ഓക്കെ. അപ്പോ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് അനുകൂലനം അഥവാ അഡാപ്റ്റേഷൻ. എന്താണ് അനുകൂലനം? ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത്
ജീവിക്കുന്നതിന് ആവശ്യമായ സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. ഒരു ജീവിക്ക് അത് ജീവിക്കുന്ന സ്ഥലം ഏതാണോ അതിനനുസരിച്ച് അതിന് കുറച്ച് ശരീരത്തിൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ടാവും, കുറച്ച് സവിശേഷതകൾ ഉണ്ടാവും. ആ സവിശേഷതകൾക്ക് പറയുന്ന പേരാണ് അനുകൂലനം. അപ്പോ അനാവശ്യമായിട്ട് ഇമോജികൾ നിർത്തണം കേട്ടോ. ഇമോജികൾ നിർത്തണം. ഓക്കെ. അപ്പൊ ഒരു ജീവിക്ക് ആ ജീവിക്ക് അത് ജീവിക്കുന്ന വാസസ്ഥലത്ത് അതിന്റെ ഹാബിറ്റാറ്റില് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശാരീരികമായ സഹായങ്ങള്, ശാരീരികമായ സവിശേഷതയാണ് അനുകൂലനം. ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെ? എന്താ ഈ അനുകൂലനം കൊണ്ട് ഉദ്ദേശിച്ചൊന്നും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെ? എന്തായാലും അനുകൂലനം എന്ന് പറഞ്ഞാൽ നമുക്കിനി അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നമ്മൾ പറയുന്ന ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അപ്പം ഇതൊന്ന് എഴുതി വെച്ചോളൂ. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. മത്സ്യത്തിന്റെ കുറച്ച് അനുകൂലനങ്ങൾ പറയാം. മത്സ്യത്തിനുള്ള കുറച്ച് അനുകൂലനങ്ങൾ പറയാം. മത്സ്യത്തിന്റെ അനുകൂലനങ്ങളാണ് തോണിയുടേതിന് പോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. തോണിയുടേതിന് പോലെ അല്ലെങ്കിൽ തോണിയുടേത് പോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. ഇതെങ്ങനെയാണ് നമ്മുടെ മീനിനെ ഹെൽപ്പ് ചെയ്യുന്നത്? മീൻ ജീവിക്കുന്നത് നമുക്കറിയാം വെള്ളത്തിലാണ്, വാട്ടർ ബോഡീസിലാണ്, അല്ലെങ്കിൽ ഓഷ്യനിലാണ്. അപ്പൊ ഓഷ്യനിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഫിഷിനെ എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? ഫിഷിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിയോ? ഈ കൂർത്ത ശരീരാകൃതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മീനിനുണ്ടല്ലോ വേഗം ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് നീന്താൻ കഴിയും. അതുപോലെ തന്നെ സ്പീഡിൽ നീന്താൻ കഴിയും. വെള്ളം അതിനെന്ത് ചെയ്യില്ല, വല്ലാണ്ട് ബ്ലോക്ക് ചെയ്യില്ല. അതുകൊണ്ട് വളഞ്ഞു പൊളഞ്ഞും അതുപോലെ തന്നെ സ്പീഡിലൊക്കെ നീന്താൻ വേണ്ടിയിട്ട് മത്സ്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ തോണിയുടേത് പോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. ഇപ്പൊ മനസ്സിലായല്ലോ എന്തിനാണ് ഇതിന് ഇങ്ങനത്തെ അനുകൂലനം കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ അടുത്തതാണ് വഴുവഴുപ്പുള്ള ശരീരം. വഴുവഴുപ്പുള്ള ശരീരം. അപ്പൊ എന്തിനായിരിക്കും വഴുവഴുപ്പുള്ള ശരീരം? വഴുവഴുപ്പുള്ള ശരീരം ഫിഷിന് എന്തിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? എന്തിനായിരിക്കും വഴുവഴുപ്പുള്ള ശരീരം കൊടുത്തിട്ടുണ്ടാവുക? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. തെന്നി നീന്താൻ വേണ്ടിയിട്ടാണ് വഴുവഴുപ്പുള്ള ശരീരം മത്സ്യത്തിന് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതാണ് ശ്വസിക്കാൻ സഹായിക്കുന്ന ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ. ശ്വസിക്കാൻ സഹായിക്കുന്ന ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ. അപ്പൊ നമ്മുടെ മീൻ ശ്വസിക്കുന്നത് എങ്ങനെയാണ്? ചെകിളപ്പൂക്കൾ വഴിയാണ്, ഗിൽസ് വഴിയാണ് അല്ലെ? അപ്പോ നമ്മുടെ മീൻ ഫിഷ് ബ്രീത്ത് ചെയ്യുന്നത് ചെകിളപ്പൂക്കൾ വഴിയാണ് അല്ലെങ്കിൽ ശകുലങ്ങൾ വഴിയാണ്. അപ്പോ ശ്വസിക്കാൻ സഹായിക്കുന്ന ശകുലങ്ങള് അല്ലെങ്കിൽ ചെകിളപ്പൂക്കള് നമ്മുടെ മീനിന് കൊടുത്തിട്ടുണ്ട്. അത് മത്സ്യത്തിന് ലഭിച്ചിട്ടുള്ള ഒരു അനുകൂലനാണ്. കാരണം അത് ജീവിക്കുന്നത് വെള്ളത്തിലാണ്. വെള്ളത്തിൽ നിന്ന് ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ചെകിളപ്പൂക്കളോ ശകുലങ്ങളോ വേണം. ഓക്കെ. ഇനി അടുത്തത് വെള്ളത്തിൽ വെട്ടിത്തിരിയാൻ സഹായിക്കുന്ന വാൽ ചിറകുകൾ. ഇവിടെ കണ്ടില്ലേ? വാലും അതുപോലെ തന്നെ വാലിനടുത്തുള്ള ചിറകുകളും. ഈ ചിറകുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മീനിനെ പെട്ടെന്ന് നിങ്ങളൊരു മീനാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ പിന്നാലെ ഒരു വലിയ കൊമ്പൻ സ്രാവ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പിന്നില് ഒരു കൊമ്പൻ സ്രാവ് വരുന്നുണ്ട്. അപ്പോ കൊമ്പൻ സ്രാവ് വലുതാണ്. അതിന് നിങ്ങൾ തിരിയണ പോലെ പെട്ടെന്ന് തിരിയാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ വാൽച്ചിറക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ? പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് നിങ്ങളുടെ ഡയറക്ഷൻ മാറ്റാൻ പറ്റും. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള വാൽച്ചിറക് എന്ത് ചെയ്തിട്ടുണ്ട്? മീനിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് വെള്ളത്തിൽ വെട്ടിത്തിരിയാൻ പറ്റും. ഓക്കെ. അപ്പോ നിങ്ങളൊക്കെ സൈക്കിൾ ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെ മീനിന് പെട്ടെന്ന് അങ്ങോട്ട് ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ടുള്ള അനുകൂലനാണ്, അഡാപ്റ്റേഷൻ ആണ് ഇതുപോലുള്ള വാൽച്ചിറകുകൾ. ഓക്കെ. ഇനി അടുത്തതാണ് നിരയായി ക്രമീകരിക്കപ്പെട്ട ശൽക്കങ്ങൾ. നിങ്ങൾ ഇതിന്റെ ശൽക്കങ്ങൾ നോക്കൂ, ഇതിന്റെ ഗിൽസ് നോക്കൂ. ഇതാ ബാക്കിലേക്ക് ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ഷേപ്പില് ഒരു എന്താ പറയാ ഒരു ആടയൊക്കെ ധരിച്ച പോലെ അല്ലെ? നമ്മുടെ ഈ സിനിമയിലൊക്കെ യുദ്ധത്തിനൊക്കെ പോകുന്ന ആളുകൾ ധരിക്കുന്ന ഒരു സാധനം ധരിച്ച പോലെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്, ശൽക്കങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോ നമ്മൾക്കിത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? കാരണം നമ്മൾ മീനിനെ പിടിച്ച് കറി വെക്കുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും മീൻ പൊള്ളിച്ച് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മീനിനെ പൊള്ളിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ മീനിന്റെ ശൽക്കങ്ങൾ ഒഴിവാക്കാൻ ഭയങ്കര പാടാ. എന്നിട്ട് കരി എടുത്തിട്ടും കത്തി എടുത്തിട്ടൊക്കെ ആൾക്കാർ നന്നായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോ
നമ്മൾ ഈ മീൻ ഉണ്ടല്ലോ, ഈ മീൻ ഇതുപോലെ ഒരു അഡാപ്റ്റേഷൻ ആയിട്ടാണ്, ഒരു അനുകൂലനമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതുപോലെ നിരനിരയായി ശൽക്കങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മീനിനുള്ള, മത്സ്യത്തിനുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാ? തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. ആരാണ് നിരന്തരമായിട്ട് വീണ്ടും വീണ്ടും ഇമോജി ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഇമോജി ഇടുന്നവർ നിർത്തണം, ഇമോജി ഇടുന്നവർ നിർത്തണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മീനിന് കൊടുത്തിട്ടുള്ള ഒരു അനുകൂലനാണ് തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. അതുപോലെ തന്നെ വഴുവഴുപ്പുള്ള ശരീരം, നല്ല വഴുവഴുപ്പുള്ള ശരീരം കൊടുത്തിട്ടുണ്ട് തെന്നി തെന്നി നീന്താൻ വേണ്ടിയിട്ട്. അതുപോലെ ശ്വസിക്കാൻ സഹായിക്കുന്ന ചെകിളപ്പൂക്കൾ. അതിന് മൂക്കില്ല, മൂക്കുണ്ടായിട്ടും കാര്യമില്ല, കാരണം വെള്ളത്തിനടിയിൽ വായു ഇല്ല, വെള്ളത്തിനടിയിൽ എയർ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ശ്വസിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെകിളപ്പൂക്കൾ കൊടുത്തിട്ടുണ്ട്, ശകുലങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ വെള്ളത്തിൽ വെട്ടിത്തിരിയാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൽ പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെന്ത് കൊടുത്തിട്ടുണ്ട്? വാൽച്ചിറകുകൾ കൊടുത്തിട്ടുണ്ട്, വാൽച്ചിറകുകൾ കൊടുത്തിട്ടുണ്ട്. അത് മാത്രാണോ? നിരനിരയായി ക്രമീകരിക്കപ്പെട്ട ശൽക്കങ്ങളും മത്സ്യത്തിന് അനുകൂലനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മത്സ്യത്തിന്റെ ഒരു ചോദ്യമാണ്, എല്ലാവരും വേഗം ആൻസർ ചെയ്യണം. മത്സ്യത്തിന്റെ ആകൃതി എന്തിനെ പോലെയാണ്? മത്സ്യത്തിന്റെ ആകൃതി എന്തിനെ പോലെയാണ്? റിയാക്ഷൻ ഇടുന്നവർ നിർത്തണം, റിയാക്ഷൻ ഇടുന്നവർ നിർത്തണം. മത്സ്യത്തിന്റെ ആകൃതി എന്തിനെ പോലെയാണ്? ജാസ്മിൻ വെരി ഗുഡ്, റിൻഷ വെരി ഗുഡ്, വെരി ഗുഡ്. ആരൊക്കെയോ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. തോണി, ബോട്ടിന്റെ ഷേപ്പിലാണ് മത്സ്യത്തിന്റെ ആകൃതി അല്ലെ? ബോട്ടിന്റെ ഷേപ്പിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് വരക്കാൻ കഴിയുന്നില്ല കേട്ടോ, ഞാൻ വരക്കാൻ ഭയങ്കര മോശം. അതാ എന്തായാലും ബോട്ടിനെ പോലെ തോണിയുടെ ആകൃതിയാണ് മത്സ്യത്തിന് കൊടുത്തിട്ടുള്ളത്. എന്തിനാ? തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ആകൃതിയാണ് മത്സ്യത്തിനുള്ളത്. തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ആകൃതിയാണ് നമ്മുടെ മത്സ്യത്തിന് കൊടുത്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? വേഗത്തിൽ നീന്താൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ചോദ്യം, മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകാൻ കാരണമെന്ത്? മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകാൻ കാരണം എന്താണ്? മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകാൻ കാരണം എന്താണ്? എന്തായിരിക്കും മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകാനുള്ള കാരണം? വേഗം കമന്റ് ചെയ്യൂ, വേഗം കമന്റ് ചെയ്യൂ. മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകാൻ കാരണം എന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്. മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകാനുള്ള കാരണം കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അംബിക, റസീനത്ത് സൈഫു, അനീസാജു, ആദിൽ, എല്ലാവരും വെരി ഗുഡ്, വെരി ഗുഡ്. ശരിയാണ് ഉത്തരം, നിങ്ങൾ പറഞ്ഞത് എല്ലാവരുടെയും ശരിയാണ്. മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകാൻ കാരണം മത്സ്യത്തിന് അന്തരീക്ഷവായു ശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകുന്നത്. നമ്മളെ പോലെ അന്തരീക്ഷവായു ശ്വസിക്കാൻ ആവശ്യമായ മൂക്കും ബാക്കി അവയവങ്ങളൊന്നും മത്സ്യത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇതേപോലൊരു ചൂണ്ടൽ എടുത്തിട്ട് നമ്മൾ മത്സ്യത്തിനെ എടുത്ത് കരയിലേക്ക് ഇട്ടാൽ പാവം മത്സ്യം ചത്തുപോകത്തേ ഉള്ളൂ അല്ലെ? പാവം മത്സ്യം ചത്തുപോവുകയുള്ളൂ. അപ്പൊ മത്സ്യം ചത്തുപോകാൻ കാരണം മത്സ്യത്തിന് അന്തരീക്ഷവായു ശ്വസിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ അത് കരയിലിട്ടാൽ ചത്തുപോകുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി മത്സ്യത്തിന്റെ ശ്വസനാവയവം ഏതാ? മത്സ്യത്തിന്റെ ബ്രീത്തിങ് ഓർഗൻ ഏതാണ്? എന്താണ് മത്സ്യത്തിന്റെ ബ്രീത്തിങ് ഓർഗൻ? മത്സ്യത്തിന്റെ ശ്വസനാവയവം ഏതാണ്? എല്ലാവരും വേഗം കമന്റ് ചെയ്യൂ. മത്സ്യത്തിന്റെ ശ്വസനാവയവം ഏതാണ്? മത്സ്യത്തിന്റെ ശ്വസനാവയവം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ, ഈ ചിത്രം കണ്ടില്ലേ? ഈ ചിത്രം ഞങ്ങൾക്ക് വരച്ച് കാണിക്കാം. അതാണ് മത്സ്യത്തിന്റെ ശ്വസനാവയവം. അപ്പൊ അതേതാന്ന് നിങ്ങൾ പറയാം. മത്സ്യത്തിന്റെ ശ്വസനാവയവം ഞാൻ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. ഏതാണ് മത്സ്യത്തിന്റെ ശ്വസനാവയവം? വെരി ഗുഡ്, ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ്. വെരി ഗുഡ്, വെരി ഗുഡ്. കുറെ പേര് ഇംഗ്ലീഷ് മീഡിയം അല്ലെ? നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്ലാസ് എടുക്കാത്ത എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നവരും കുറെ പേരുണ്ടല്ലോ LSS മലയാളമാണ് പ്രിഫർ ചെയ്യാറുള്ളത്. LSS എഴുതാറുള്ളത് മലയാളത്തിലാണ്. കാരണം EVS ഒക്കെ ഇംഗ്ലീഷിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മള് മലയാളത്തിൽ നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു തരും. അപ്പോ മത്സ്യത്തിന്റെ ശ്വസനാവയവത്തിന് പറയുന്ന പേരാണ് ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ. ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് എന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. മത്സ്യത്തെ വെട്ടിത്തിരിയാൻ സഹായിക്കുന്ന
അവയവം ഏതാണ്? ഞാൻ എന്താ അവിടെ മാർക്ക് ചെയ്യാം, ഞങ്ങൾക്ക് വരച്ച് കാണിക്കാം. മത്സ്യത്തെ വെട്ടിത്തിരിയാൻ സഹായിക്കുന്ന അവയവം, മത്സ്യത്തെ വെട്ടിത്തിരിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? മത്സ്യത്തെ വെട്ടിത്തിരിയാൻ സഹായിക്കുന്ന അവയവം, വെരി ഗുഡ്, വെരി ഗുഡ്, വാൽ ചിറകുകൾ. മത്സ്യത്തെ വെട്ടിത്തിരിയാൻ സഹായിക്കുന്നത് വാൽ ചിറകുകളാണ്. മത്സ്യത്തിനെ സഞ്ചരിക്കുന്ന ദിശ മാറ്റാൻ സഹായിക്കുന്നത് വാൽ ചിറകാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിലൊക്കെ അക്വേറിയം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ബൗൾ ഉണ്ടാവില്ലേ? അപ്പൊ ഇതിലുള്ള ഫിഷസിനെ, ഇതിലുള്ള മീനുകൾ ഉണ്ടല്ലോ, നിങ്ങൾ സൂക്ഷ്മമായിട്ട് അടുത്ത് ചെന്ന് നിരീക്ഷിക്കണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ നോക്കണം. അവർ തിരിയുന്നത് വാൽച്ചിറക് ഉപയോഗിച്ചിട്ടാണോ നോക്കണം. അതുപോലെ ശ്വസിക്കാൻ വേണ്ടിയിട്ട് അവർ അവയുടെ ശകുനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. ഓക്കെ. അപ്പോ മത്സ്യത്തിനെ വെട്ടിത്തിരിയാൻ സഹായിക്കുന്ന അവയവം വാൽച്ചിറകുകൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ മത്സ്യത്തിന്റെ അനുകൂലനങ്ങളാ പറഞ്ഞത് അല്ലെ. മത്സ്യത്തിന്റെ അനുകൂലനങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി മത്സ്യത്തിന് മാത്രമല്ല, ആമയ്ക്ക്, നമ്മുടെ ഈ പാവം മറ്റേ പണ്ട് നമ്മുടെ കഥയില് മുയലിനോട് പന്തയം വെച്ച് തോറ്റ ആമയില്ലേ, അല്ല പന്തയം വെച്ച് ജയിച്ച ആമയില്ലേ, പന്തയം വെച്ച് ജയിച്ച ആമ, ആ ആമയ്ക്കും ഒരുപാട് അനുകൂലനങ്ങൾ ഉണ്ട്. ഈ പാവത്താനായ ആമയ്ക്കും ഒരുപാട് അനുകൂലനങ്ങൾ ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് കട്ടിയുള്ള പുറന്തോട്. അതിലൊന്നാമത്തേതാണ് കട്ടിയുള്ള പുറന്തോട്. ഒന്നാമത്തേതാണ് കട്ടിയുള്ള പുറന്തോട്. ഇതിന്റെ ഔട്ടർ ഷെല്ല്, ഇതിന്റെ പുറത്തുള്ള തോടുണ്ടല്ലോ, ഭയങ്കര കട്ടിയുള്ളതാ. ആമേനെ തൊട്ടവരൊക്കെ ഉണ്ടാവും അല്ലെ, നമ്മുടെ പെറ്റ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ആമേനെ തൊട്ട ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോ ഹാർഡർ ഔട്ടർ ഷെല്ലാണ് നമ്മുടെ ആമയ്ക്കുള്ളത്. നമ്മുടെ പുറന്തോട് ആമയുടെ നല്ല കട്ടിയുള്ളതാണ്. അത് ആമയ്ക്ക് ഒരു അനുകൂലനാണ്. അതുപോലെ തുഴ പോലുള്ള കാലുകൾ. നമ്മൾ പറഞ്ഞു ആമ ഒരു ഉഭയജീവിയല്ല, ഇത് ശരിക്കും തുഴയോ അല്ലെങ്കിൽ അതിന്റെ ചിറകോ ഒന്നും അല്ല, അതിന്റെ കാല് തന്നെയാണ് അല്ലെ, അതിന്റെ കാല് തന്നെയാണ്. പക്ഷേ അതിന്റെ കാലിന് എന്ത് ചെയ്തിട്ടുണ്ട്? തുഴ പോലെ കൊടുത്തിട്ടുണ്ട്. കാലിന് നല്ല രീതിയിൽ തുഴ പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ താറാവിനൊക്കെ ഉള്ളത് പോലെ ഇതിന്റെ തുഴ പോലെ കാല് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് സുഖമായിട്ട് നീന്താൻ കഴിയുന്നു വെള്ളത്തിന് അടിയിലൊക്കെ. ഇനി അടുത്തതാണ്, ശത്രുക്കൾ വരുമ്പോൾ കൈയും തലയും കാലുകളും തോടിനുള്ളിലേക്ക് വലിക്കാനുള്ള കഴിവ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആമയുടെ ഒരു അനുകൂലം നമ്മൾ ഒരുപാട് കഥയിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. ആമ കുറുക്കം വന്നപ്പോ കൈകാലുകളും തലയൊക്കെ എന്ത് ചെയ്തു? നമ്മുടെ ഇതിനകത്താക്കിയും തോടിനകത്താക്കിയും. അപ്പോ ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോ നമ്മുടെ ആമ അതിന്റെ തലയും കാലുകളും എന്ത് ചെയ്യുന്നു? തോടിനുള്ളിലേക്ക് ആക്കുന്നു. തോടാണെങ്കിലോ നല്ല കട്ടിയുള്ളതാണ്, നല്ല ഹാർഡ് ഷെല്ലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആമയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. അപ്പൊ ആമയുടെ അനുകൂലനങ്ങളിൽ ആദ്യത്തേതാണ് കട്ടിയുള്ള പുറന്തോട്. നമ്മുടെ ആമയുടെ അനുകൂലനങ്ങളിൽ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസിൽ ആദ്യത്തേതാണ് കട്ടിയുള്ള പുറന്തോട്. അടുത്തതോ തുഴ പോലുള്ള കാലുകൾ. ഇനി അടുത്തതോ ശത്രുക്കൾ വരുമ്പോൾ തലയും കാലുകളും തോടിനുള്ളിലേക്ക് വലിക്കാനുള്ള കഴിവ്. ശത്രുക്കൾ വരുന്നത് കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റുന്നു? അതിന്റെ കാലും തലയും തോടിനുള്ളിലേക്ക് വലിക്കാൻ കഴിയുന്നു. ഇനി അവസാനത്തേത്, ഏറെ നേരം വെള്ളത്തിൽ ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയുന്നു. ഏറെ നേരം വെള്ളത്തിൽ ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ആമ ഉഭയജീവിയല്ല, വെള്ളത്തിനടിയിൽ നിന്ന് ശ്വസിക്കാൻ കഴിയൂല. പക്ഷേ കുറേ സമയം എന്ത് ചെയ്യാൻ പറ്റും? അതിന് വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയും അല്ലെ. കുറേ സമയം വെള്ളത്തിനടിയിൽ നിന്ന് ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയും. ഓക്കെ. അപ്പൊ റിയാക്ഷൻ ഇടുന്നവരെ നിർത്തണം കേട്ടോ. അനാവശ്യമായിട്ട് ഇമോജി റിയാക്ഷൻ ഒക്കെ ഇടുന്നവര് നിർത്തിയേ, ഇപ്പൊ നിർത്തണം. വിവേകൻ, ദിൽന ഇപ്പൊ നിർത്തണം. ഓക്കെ. അതുപോലെ അഫീഫ, അവരെല്ലാം നിർത്തണം കേട്ടോ. ഓക്കെ. എന്തായാലും അപ്പോ നമ്മുടെ ആമയുടെ അനുകൂലനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അതിന് മുന്നേടിയായിട്ട് ഇപ്പൊ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. പുതിയ കുറച്ച് ആളുകളുടെ പേര് ഞാൻ കാണുന്നുണ്ട്. അവർ നേരത്തെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നു. നമ്മുടെ ടീം നാലിലക്കൂട്ടം നടത്തുന്ന സൗജന്യ ഓൺലൈൻ LSS കോച്ചിങ്ങിലാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. അപ്പോ നമ്മൾ ഈ ടീം നാലിലക്കൂട്ടം എന്ന് പറഞ്ഞാലേ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു രംഗത്ത് LSS കോച്ചിങ്ങിന്റെ USS കോച്ചിങ്ങിന്റെ ഒക്കെ രംഗത്ത് നല്ല പ്രാഗൽഭ്യമുള്ള, കുറെ കാലത്തെ പരിചയമുള്ള കുറെ അധ്യാപകർ ചേർന്ന് തുടങ്ങിയതാണ് ഈ നാലിലക്കൂട്ടം. അപ്പോ നിങ്ങൾക്കുണ്ടല്ലോ, നമ്മൾ 2026 LSS നമ്മുടെ എല്ലാ കുട്ടികൾക്കും വാങ്ങിത്തരണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തില് നമ്മള് ഒരു പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ
നമ്മൾ നിങ്ങൾക്ക് തരാനുള്ള എല്ലാം നമ്മൾ തരും. എന്തൊക്കെയാ തരാന്നറിയോ? ലൈവ് ക്ലാസ് തരും. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ലൈവ് ക്ലാസ്സുകൾ തന്നോണ്ടിരിക്കും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നമ്മൾ ഇതുപോലെ നല്ല അടിപൊളി 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 നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് തന്നോണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെയോ നമ്മൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് തരും. നിങ്ങളുടെ എല്ലാ ടോപ്പിക്കിലും നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ക്ലാസ് തരും. പിന്നെ നമ്മൾ നിങ്ങൾക്ക് സ്റ്റഡി നോട്ട്സ് തരും. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് ചിത്രങ്ങളൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയ നോട്ട്സ് നമ്മൾ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് അത് മാത്രം പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് പിന്നെ ഗൈഡും നമ്മൾ മലയാളവും മാത്സും ഇംഗ്ലീഷും EVS എല്ലാം പഠിപ്പിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗൈഡും വേണ്ട, ടെക്സ്റ്റ് ബുക്ക് ഒന്നും വേണ്ട. നമ്മുടെ ഈ നോട്ട്സ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് LS നേടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോ നിങ്ങൾ എല്ലാവരും നമ്മുടെ മോഡൽ എക്സാംസ് എഴുതാറുണ്ട് നമുക്കറിയാം. അപ്പൊ നമ്മുടെ മോഡൽ എക്സാംസ് നമ്മൾ സൗജന്യമായിട്ടാണ് കേരളത്തിലെ എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മുടെ കുറേ പേര് നമ്മുടെ മോഡൽ എക്സാംസ് ലൈവായിട്ട് എന്നും ഓൺലൈനായിട്ട് എഴുതാറുണ്ട്. നിങ്ങളുടെ മാർക്ക് അപ്പപ്പോ തന്നെ അറിയാറുണ്ട്, നമുക്കറിയാം. അപ്പൊ നമ്മുടെ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനിയും നമ്മളത് സൗജന്യമായിട്ട് തന്നെ എല്ലാവർക്കും തരും. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ടീച്ചേഴ്സിനും നിങ്ങളുടെ സ്കൂളിലുള്ള ഗ്രൂപ്പിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇവരുടെ മോഡൽ എക്സാംസ് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താന്ന് പറയണം. ഓക്കെ. അതുപോലെ നമ്മൾ എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പഴയ എക്സാം പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യും. പഴയ എക്സാം പേപ്പർ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട് തരും. കുറേ വാരിക്കോരി എഴുതി വെച്ചാൽ നമുക്ക് മടുപ്പ് തോന്നും അല്ലേ? നമ്മൾക്ക് മടുപ്പ് തോന്നില്ലേ? അങ്ങനെ മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് അത് വേഗത്തിൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ബോറടിക്കാണ്ട് സുഖസുന്ദരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോ നമ്മുടെ ഈ ബാച്ച് ഇപ്പോൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ താഴെ 2 നമ്പർ കൊടുത്തിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, 4 കൂട്ടത്തിന്റെ ഗ്രൂപ്പിലുണ്ട് നമുക്കറിയാം. നമ്മുടെ ഗ്രൂപ്പിൽ അഡ്മിൻസിന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ അവരെന്ത് ചെയ്യും, എന്താണ് നമ്മുടെ കോഴ്സ് അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? നിങ്ങളുടെ LSSന്റെ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് നമ്മുടെ ഈ ബാച്ച് ഉണ്ടായിരിക്കും. അന്ന് വരെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ നോട്ട്സും ക്ലാസ്സും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോ അതിന് നമ്മൾ ആകെ ചാർജ് ചെയ്യുന്നത് 1000 രൂപ മാത്രം. വെറും 1000 രൂപ മതി നിങ്ങൾക്ക് കുറെ മാസം LSSന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലെ അഡ്മിൻസിനെ ബന്ധപ്പെട്ടാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു ടോപ്പിക്കാണ്. വേറൊരു ജീവനെ കുറിച്ചാ, അല്ലെങ്കിൽ വേറൊരു സസ്യത്തെ കുറിച്ചാ. മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താ? അതിന്റെ ചിത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കള്ളിമുൾച്ചെടി എന്നൊക്കെ പറയും, കാക്ടസ് പ്ലാന്റ് എന്നൊക്കെ പറയും. പക്ഷെ മരുഭൂമിയിൽ ഉണ്ടാവുന്ന സസ്യങ്ങൾക്ക് നമ്മൾ മൊത്തത്തിൽ പറയുന്ന ഒരു പേരുണ്ട്. മരുഭൂമിയിൽ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേര്, വെരി ഗുഡ്. കുറെ പേര്, സാലു, അതുപോലെ തന്നെ ധ്യാൻ, പിന്നെ ജീന, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോ മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് മരുരൂഹങ്ങൾ. മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേര് മരുരൂഹങ്ങൾ. അപ്പോ എല്ലാവരും പഠിക്കുന്നുണ്ട്, ഞാൻ പറയുമ്പോ തന്നെ നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പഠിക്കുന്നില്ലേ? വെരി ഗുഡ്. അപ്പൊ മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് മരുരൂഹങ്ങൾ. മരുഭൂമിയിലെ ഇതുപോലെയുള്ള മരുഭൂമിയിൽ ഉണ്ടാവുന്നത് ഇതൊക്കെ പലതരം സസ്യങ്ങൾ നോക്കി, പല സസ്യങ്ങൾക്കും പല രൂപമാണുള്ളത്. അപ്പൊ ഈ സസ്യങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് മരുരൂഹങ്ങൾ. ഇനി നമുക്ക് മരുരൂഹങ്ങളെ കുറിച്ചാണ് കുറച്ച് പഠിക്കാനുള്ളത്. മരുരൂഹങ്ങൾക്ക് ഒരുപാട് അനുകൂലനങ്ങൾ ഉണ്ട്. മരുരൂഹങ്ങൾക്ക് ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ട്. മരുഭൂമിയിലെ ഈ മരുരൂഹങ്ങൾ ജീവിക്കുന്നത് നമുക്കറിയാം. അവിടെ മണ്ണില്ല, വെള്ളമില്ല, മഴ കുറവാണ്. അതുപോലെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സസ്യങ്ങൾക്ക് പോലെയുള്ള അവസ്ഥയല്ല, സാഹചര്യമല്ല മരുരൂഹങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ മരുരൂഹങ്ങൾക്ക് ഒരുപാട് അനുകൂലനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഒന്നാമത്തേത്, തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നവയുമാണ്. ഈ മരുഭൂമിയിലെ സസ്യങ്ങളായ മരുരൂഹങ്ങളുടെ തണ്ടുകൾ കനമുള്ളതാണ്, പച്ച നിറമുള്ളതാണ്. ഇവയ്ക്കെല്ലാം ജലം സംഭരിച്ചു വെക്കാൻ കഴിയും.
അപ്പോ ചുമ്മാ അങ്ങോട്ട് ഇതിന് തണ്ട് മാത്രം കൊടുത്തതല്ല, ഇലകൾ കൊടുക്കാണ്ടിരുന്നതല്ല, ഇതിനെല്ലാം എന്ത് ചെയ്യും, ജലം സംഭരിച്ചു വെക്കാൻ കഴിയും. അപ്പോ മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് ജലം സംഭരിച്ചു വെക്കാൻ കഴിയും. പിന്നെയോ തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ആവരണമുണ്ട്. ഇതിന്റെ തണ്ടുകളില് മെഴുകു പോലെയുള്ള ആവരണമുണ്ട്. ഇതിന് വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിയുമെന്ന് മാത്രല്ല, തണ്ടുകളില് നല്ല മെഴുകു പോലെയുള്ള ആവരണമുണ്ട്. അതുപോലെ മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള വേരുകൾ ആഴത്തിൽ നിന്ന് പോലും ജലം വലിച്ചെടുക്കുന്നു. അപ്പൊ നമ്മുടെ മരുരൂഹങ്ങളുടെ വേരുകള് നല്ല ആഴത്തിൽ പോകുന്നു. നല്ല ആഴത്തിൽ പോയിട്ട് ആഴത്തിലുള്ള വെള്ളം പോലും വലിച്ചെടുക്കുന്നു. അപ്പൊ മരുരൂഹങ്ങളുടെ അനുകൂലനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തേത് തണ്ടുകൾ കനമുള്ളതാണ്, അതുപോലെ തന്നെ പച്ച നിറമുള്ളതാണ്. മരുഭൂമികളുടെ തണ്ടുകൾ കനമുള്ളതാണ്, പച്ച നിറമുള്ളതാണ്, ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നവയാണ്. അടുത്തതാണ് തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ആവരണമുണ്ട്. അതുപോലെ മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള വേരുകളാണുള്ളത്. ഈ വേരുകളോ ആഴത്തിൽ നിന്ന് പോലും ജലം വലിച്ചെടുക്കുന്നു. ആഴത്തിലുള്ള ജലം പോലും എന്ത് ചെയ്യുന്നു, ഈ വേരുകൾ വലിച്ചെടുക്കുന്നു. അപ്പോ മരുഭൂമികളുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇനി മറക്കരുത്, കള്ളിമുൾച്ചെടിയുടെ അല്ലെങ്കിൽ മരുഭൂമികളുടെ അനുകൂലനങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമ്മുടെ ടോപ്പിക്ക് ജലസസ്യങ്ങളാ. ഇപ്പൊ നമ്മുടെ നാട്ടില് ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു 2-3 ആഴ്ച മുന്നൊക്കെ ഉണ്ടല്ലോ, നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ സാറ്. നോക്കുന്ന സമയത്ത് എല്ലായിടത്തും ആമ്പൽ പാടങ്ങള്, എല്ലാരും എന്ത് ചെയ്യാൻ പോവാ അറിയോ, ആമ്പൽ പാടങ്ങൾ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടത്. എന്നിട്ട് ഫുൾ അന്ന് റീൽസിൽ മൊത്തം ആമ്പൽ പാടങ്ങളായിരുന്നു ട്രെൻഡ്. ആമ്പൽ പാടങ്ങളും അതുപോലെ തന്നെ താമരയൊക്കെ ഉള്ള സ്ഥലങ്ങള്. അപ്പോ നമ്മളുണ്ടല്ലോ, ഈ ആമ്പല് ഒരു ജലസസ്യാണല്ലോ. ഞാനും പോയിരുന്നിട്ട് ആമ്പല് കാണാന്. ഇതിൽ ഫോട്ടോ ഒക്കെ ഉണ്ട്, പക്ഷെ അപ്പൊ നിങ്ങൾക്ക് കാണിച്ചില്ല. എന്തായാലും നമുക്ക് ആമ്പൽ ഒരു ജലസസ്യാണ്. അതുപോലെ താമര, അങ്ങനെ ഒരുപാട് എന്തുണ്ട്, ജലസസ്യങ്ങൾ ഉണ്ടല്ലേ. ഈ ജലസസ്യങ്ങൾ ജീവിക്കുന്നത് വെള്ളത്തിലാണ്. ബാക്കിയുള്ള നമ്മുടെ നാട്ടിലുള്ള ബാക്കിയുള്ള മാവും പ്ലാവും അല്ലെങ്കിൽ ചെമ്പരത്തി പോലുള്ള സസ്യങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് സംഭവിക്കും, അത് ചീഞ്ഞു പോകും അല്ലെ, അല്ലെങ്കിൽ നശിച്ചു പോകും. പക്ഷെ ഈ ജലസസ്യങ്ങൾക്ക് ഉണ്ടല്ലോ, ഈ ജലസസ്യങ്ങൾക്ക് ജലത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അനുകൂലനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇലയിലും തണ്ടിലും വായുവറകൾ. ഈ ജലസസ്യങ്ങളുടെ ഇലയിലും തണ്ടിലും വായുവറകളുണ്ട്. ഈ ജലസസ്യങ്ങൾ ഉണ്ടല്ലോ, ഇതിന്റെ ഇലയിലും അതുപോലെ തന്നെ തണ്ടിലും വായുവറകളുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. നമ്മുടെ തെർമോക്കോളൊക്കെ എന്തുകൊണ്ടാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? അതിന്റെ ഉള്ളില് അറകളില് ഇങ്ങനെ വെള്ളം വായു ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ജലസസ്യങ്ങളുടെ ഇലയിലും തണ്ടിലും ഒക്കെ എന്തുണ്ട്, വായുവറകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അപ്പോ നമ്മുടെ ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു, വായുറകൾ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇനി പ്രധാനപ്പെട്ട അടുത്ത ഒന്നാണ്, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുന്നില്ല. നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള ഏത് സസ്യമാവട്ടെ, നമ്മുടെ നാട്ടിലോ നമ്മുടെ വീട്ടിലോ ഒക്കെയുള്ള ഏത് സസ്യമാവട്ടെ, വെള്ളത്തിലിട്ടാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവുന്നറിയോ, നമ്മുടെ കടയിലൊക്കെ ഇരിക്കുന്ന പഴംപൊരി പോലെ വാടി ഇങ്ങനെ തളർന്നിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ജലസസ്യങ്ങൾ അങ്ങനെ വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകൂല, വാടിപ്പോകൂല. പക്ഷേ വെള്ളത്തിലിട്ടാൽ അത് ചീഞ്ഞു പോകൂല, വെള്ളത്തിൽ മാത്രമേ അത് ജീവിക്കുള്ളൂ അല്ലെ. ഇനിയോ ജലസസ്യങ്ങളുടെ ഇലയിൽ മെഴുകു പോലുള്ള ആവരണമുണ്ട്. ജലസസ്യങ്ങളുടെ ഇലയിൽ മെഴുകു പോലുള്ള ആവരണമുണ്ട്. അപ്പോ നമുക്ക് പഠിക്കാനുള്ളത് ജലസസ്യങ്ങളുടെ അനുകൂലനങ്ങളാണ്. ഒന്നാമത്തേത് ഇലയിലും തണ്ടിലും വായുവറകൾ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അതുപോലെ വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുന്നില്ല. പിന്നെ ഇലയിൽ മെഴുകു പോലുള്ള ആവരണം ഉണ്ട്. അത് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ആമ്പലിന്റെ ഒക്കെ ഇലയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചാൽ
അതവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും അല്ലെ. അതവിടെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന പോലെ തോന്നും. അപ്പോ അതിലെന്തുണ്ട്? മെഴുക് പോലെയുള്ള ആവരണം ഉണ്ട്. അപ്പോ ജലസസ്യങ്ങളുടെ അനുകൂലനങ്ങൾ ഇനി ആരും മറക്കരുത്, ഒരാൾ മറക്കരുത്. മറന്നുപോയാൽ ഞാൻ വീട്ടിൽ വന്ന് അടിക്കും കേട്ടോ എല്ലാരെയും. കാരണം ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ജലസസ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങൾ ഒരാളും മറന്നു പോകരുത്, നന്നായിട്ട് പഠിക്കട്ടോ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി കുറച്ച് ജലസസ്യങ്ങൾക്ക് ഉദാഹരണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജലസസ്യങ്ങൾക്ക് ഉദാഹരണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ആരോ നേരത്തെ കമന്റ് ചെയ്തിരുന്നല്ലോ, ജലസസ്യങ്ങളുടെ ഉദാഹരണങ്ങള്. ഒന്നാമത്തേത് താമര, രണ്ടാമത്തേത് ആമ്പൽ, മൂന്നാമത്തേത് അസോള, നാലാമത്തേത് കുളവാഴ, അഞ്ചാമത്തേത് ആഫ്രിക്കൻ പായൽ തുടങ്ങിയവ ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോ ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് താമര, ആമ്പൽ, അസോള, കുളവാഴ, ആഫ്രിക്കൻ പായൽ. അപ്പോ ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് താമര, ആമ്പൽ, അസോള, കുളവാഴ, ആഫ്രിക്കൻ പായൽ. ഇനി മറന്നു പോവോ? ഒരാളും മറന്നു പോകരുത്. ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മാത്രം, നിങ്ങൾ മൊത്തം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കുറച്ചെണ്ണം മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് താമര, ആമ്പൽ, അസോള, കുളവാഴ, ആഫ്രിക്കൻ പായൽ. താമര, ആമ്പൽ, അസോള, കുളവാഴ, ആഫ്രിക്കൻ പായൽ. ഈ താമര നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, ആമ്പൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ അസോള എന്ന് പറഞ്ഞാൽ ചെറിയൊരു പായൽ പോലെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു ഇതാണ്. നമ്മളത് കോഴികൾക്കും താറാവുകൾക്കൊക്കെ തിന്നാൻ കൊടുക്കാറുണ്ട്. അത് നല്ല വിറ്റാമിൻ ഉള്ളതാ, കോഴികളുടെ വളർച്ചയ്ക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്നതാ. അങ്ങനത്തെ ഒരു സസ്യമാണ് അസോള. പിന്നെ കുളവാഴ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്, നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ആഫ്രിക്കൻ പായൽ നമ്മുടെ മീൻ ടാങ്കുകളിലൊക്കെ, നമ്മളുടെ ഫിഷ് ടാങ്കുകളിലൊക്കെ ഇടാറുള്ളതാണ് ആഫ്രിക്കൻ പായൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യമാണ് ഇവിടെയുള്ളത്. ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണമെന്ത്? ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താ? എല്ലാവരും വേഗം കമന്റ് ചെയ്യൂ. ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ്? ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം, എല്ലാവരും അനാവശ്യമായിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാ. അല്ലാത്ത റിയാക്ഷൻസ്, ഇമോജീസ്, അലൻ, സുമി അഷ്റഫ്, സുമി ആഷിഫ്, അമ്രിൻ, അമ്രു ഒക്കെ ഒഴിവാക്കണം കേട്ടോ. ഫിറോസ്, നിസ ഇവരൊക്കെ എന്ത് ചെയ്യണം? അനാവശ്യമായിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഒഴിവാക്കണം. ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം ഇലയിലും തണ്ടിലും വായു അറകൾ ഉള്ളത് കൊണ്ടാണ് ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന തണ്ടിലും, നമ്മൾ ഈ കാണുന്ന നല്ല നീണ്ടു വിടർന്ന് കിടക്കുന്ന ഇലകളിലും ഒരുപാട് വായു അറകളുണ്ട്. ആ വായു അറകൾ ഉള്ളത് കൊണ്ടാണ് ജലസസ്യങ്ങള് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കേട്ടോ. അപ്പൊ ആരും മറന്നു പോരുത് കേട്ടോ. ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം ഒരുപാട് വായു അറകൾ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, വേഗം കമന്റ് ചെയ്യാൻ റെഡി ആയിക്കോളൂ. റെഡി അല്ലേ? എല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒന്ന് റെഡി എന്ന് പറയൂ. റെഡി ആണെങ്കിൽ റെഡി എന്ന് പറയൂ. ഓക്കെ, റെഡിയാണ് എല്ലാവരും. അപ്പൊ ഓക്കെ, അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കുളവാഴ, അത്തി, താമര, അസോള. കുളവാഴ, അത്തി, താമര, അസോള. കുളവാഴ, അത്തി, താമര, അസോള. വെരി ഗുഡ്. എല്ലാവരും അത്തി എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അത്തിയാണ് ശരിയായ ഉത്തരം. വെരി ഗുഡ്. ജിഷ, ജാസ്മിൻ, ഉമ്മർ, സാദിഖ്, എല്ലാവരും വെരി ഗുഡ് ട്ടോ. അപ്പോ ശരിയായ ഉത്തരം അത്തിയാണ്. കാരണം എന്താ? കാരണം അത്തിയാണ് ശരിയായ ഉത്തരം. മറ്റുള്ളവയെല്ലാം ജലസസ്യങ്ങളാണ്. നമ്മൾ ഈ കൂട്ടത്തില് കുളവാഴയും താമരയും അസോളയും ജലസസ്യങ്ങളാണ്. പക്ഷെ അത്തി നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണ സസ്യമാണ് അല്ലെ. അപ്പോ ബാക്കിയെല്ലാം ജലസസ്യങ്ങളാണ്. അപ്പൊ ശരിയായ ഉത്തരം അത്തി. ഓക്കെ, അപ്പോ നമ്മുടെ തൽക്കാലം നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഏകദേശം 8 മണി ആവാറായി അല്ലെ. 1 മണിക്കൂറായി നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. അപ്പൊ പുതിയതായിട്ട് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ 470 പേരുണ്ട്.
ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും കാണാൻ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനും പറ്റിയാല്. അപ്പോ അവസാനമായിട്ട് ഇപ്പൊ വന്ന കുറച്ച് പേരോട്, ഇപ്പൊ വന്ന ആളുകളോട് മാത്രം പറയാണ്, നമ്മള് ടീം നാലിലെ കൂട്ടം നടത്തുന്ന ഫ്രീ ആയിട്ടുള്ള LSS കോച്ചിങ്ങിലാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ എല്ലാവരും ഉള്ളത് നമ്മൾ നടത്തുന്ന ടീം നാലിലെ കൂട്ടം നടത്തുന്ന LSS കോച്ചിങ്ങിലാണ്. ഈ ടീം നാലിലെ കൂട്ടം ആര് നടത്തുന്നറിയോ? ഒരുപാട് കാലമായിട്ട് LSSഉം USSഉം ക്ലാസ് എടുക്കുന്ന നല്ല പ്രഗത്ഭരായിട്ടുള്ള, നല്ല പ്രാവീണ്യമുള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് പേര് ചേർന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു ടീം നാലിലെ കൂട്ടത്തിന്റെ LSS കോച്ചിങ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ 2026 LSS നിങ്ങൾക്ക് എല്ലാവർക്കും നേടിത്തരണം എന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഈ കോച്ചിങ്. ഈ കോച്ചിങ്ങിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയോ? നല്ല ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്നും ലൈവ് ക്ലാസ് ഉണ്ടാവും, നമ്മുടെ അധിക ദിവസം നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ടാവും, നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ എല്ലാ മലയാളം, ഇംഗ്ലീഷും എല്ലാ വിഷയത്തിലും, EVS, മാത്സ്, എല്ലാ വിഷയത്തിലും നമ്മൾ റെക്കോർഡഡ് ക്ലാസ് റെഡിയാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും എല്ലാ യൂണിറ്റും ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ്, നമ്മളിതാ കുറെ ചിത്രവും ഇമോജി എല്ലാം ചേർത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ നോട്ട്സ് ഉണ്ടല്ലോ, ഈ നോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇത് വെച്ച് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കുറേ ദിവസമായിട്ട് മോഡൽ എക്സാംസ് നടത്തുന്നുണ്ട് ഓൺലൈനായിട്ട്. അത് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നതാട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സ്കൂളിലെ ഗ്രൂപ്പ്സിലും എല്ലാം എത്തിക്കണേ. കാരണം നമ്മളത് സൗജന്യമായിട്ടാണ് എല്ലാവരും കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് മാത്രമല്ല, അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ എത്ര ഉത്തരം ശരിയായി, എത്ര ഉത്തരം തെറ്റിപ്പോയി എന്നെല്ലാം അതിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഡിസ്കഷൻസ് നടത്തുട്ടോ. നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പിച്ചിറങ്ങിയതാ. 2026 LSS നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി തന്നിട്ട് നമ്മൾ നിർത്തുമെന്ന് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സാം ഡിസ്കഷൻസിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. പിന്നെയോ നിങ്ങൾക്ക് ബോറടിക്കാതെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ബോറടിക്കാതെ പഠിക്കാൻ വേണ്ടിയിട്ട് അതും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള 2 നമ്പർ കണ്ടോ? ഈ 2 നമ്പറുകളിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ 2 നമ്പറുകളിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ഈ ഒരു കോഴ്സിന് നമ്മുടെ LSS പരീക്ഷ കഴിയുന്നവരെയുള്ള ഈ ഒരു കോഴ്സിന് നമ്മൾ ആകെ 1000 രൂപ മാത്രം ചാർജ് ചെയ്യുന്നത്. വെറും 1000 രൂപ മാത്രം നമ്മൾ ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുവരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം കിട്ടും അല്ലേ? ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ നമ്മുടെ കൂടെ അങ്ങോട്ട് വന്നാൽ മതി. നിങ്ങൾ LSS പാസ്സാക്കി എടുക്കുന്ന കാര്യം നമ്മൾ ഏറ്റു. അത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ എല്ലാവരും നമ്മളെ ഈ നമ്പറിൽ ബന്ധപ്പെടുക, ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലെ ഗ്രൂപ്പിലെ അഡ്മിൻസിന് മെസ്സേജ് അയക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും കിട്ടിക്കൊണ്ട് നമ്മുടെ LSS എക്സാം കഴിയുന്നവരെ പഠിക്കാൻ പറ്റും. അപ്പോ സാറ് ക്ലാസ് നിർത്തുകയാണ്. എല്ലാവരോടും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.